നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു സന്നദ്ധനാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എങ്ങനെ തെളിയും? ഞങ്ങൾ പറയുന്ന ഈ വചനം സത്യമാണെന്ന് യാഥാർത്ഥ്യമാണെന്ന് എങ്ങനെ മനസ്സിലാകും? പ്രിയപ്പെട്ടവരെ, ഒരു മരുന്ന് കഴിക്കാതെ അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ആ മരുന്നിന്റെ പ്രയോജനം നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഒന്ന് പരീക്ഷിക്കൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. 10 പൈസ നിങ്ങൾ ഒരിടത്തും കൊടുക്കണ്ട, ഒരിടത്തും നിങ്ങൾ കടന്നു പോകണ്ട. നിങ്ങൾ എവിടെയാണോ സർവ്വവ്യാപിയായ യേശു തമ്പുരാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. നിങ്ങളുടെ പ്രശ്നങ്ങൾ യേശുവിനോട് പറയുക. മനുഷ്യനെ പാപത്തിൽ മോചിപ്പിച്ച് അവനെ സമാധാനത്തിന് ഉടമയാക്കി തീർക്കുവാൻ ഈ ലോകത്തിലേക്ക് പിതാവാം ദൈവം അയച്ച പുണ്യപുരുഷനായ യേശു ആ സമാധാനത്തിലൂടെ എന്താണ് ചെയ്തത്? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയുടെ കൊലക്കടത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ യേശു ക്രിസ്തു മരിച്ചത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ്. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നതായ ആ ദൈവപുരുഷൻ യേശുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് മാനവരാശിയുടെ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് വേണ്ടി പ്രായശ്ചിത്ത മരണം ഭരിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായ ദൈവിക സാരാംശമത്തിലെ കർത്താവായ യേശു ക്രിസ്തു. അതേ പിതാവാം ദൈവം താൻ ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന്. അങ്ങനെയാണെങ്കിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം ഒരു കാലത്തും ലഭ്യമല്ലാതിരിക്കെ ആ പാപത്തിന്റെ ശമ്പളമായ മരണം പാപമില്ലാത്തവൻ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്ത് കാൽവറിയുടെ കൊലക്കടത്തിൽ പരമയാഗമായി തീർന്നപ്പോൾ അവന്റെ അടുക്കിലേക്ക് വരുന്ന ഏവർക്കും ആ നിത്യജീവന സമാധാനവും ഉറപ്പിച്ചിട്ടാണ് ദൈവം തന്റെ വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ സൂക്തങ്ങളെല്ലാം പറയുന്നത് മനുഷ്യന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ല. ഇനിയും രക്ഷപ്പെടുവാൻ, ഇനിയും നന്മയിലേക്ക് വരുവാൻ, ഇനിയും സമാധാനം അനുഭവിക്കാനുള്ളതായ വഴി ദൈവം മനുഷ്യനെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ആ വഴിയത്രേ വിശുദ്ധ വേദപുസ്തകം പറയുന്ന വഴി. അതെ, ആ വഴി ഇതാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന ഉറപ്പോടുകൂടെ പറഞ്ഞവനായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ദേശത്തോട് ഞങ്ങൾ ഒരിക്കൽ കൂടെ ആ വചനം വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാനുള്ളതായ ആഹ്വാനം ഞങ്ങൾ ആലങ്ങാട് നിവാസികളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് ഞങ്ങൾ വിരാമം കുറിക്കുന്നു.